ഹലോ. ഇപ്പം മാമ്പഴ സീസണല്ലേ. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഗ്രൗണ്ടിലും ഇതേ മാമ്പഴം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ പഴുത്ത് ഒരുപാട് വീണ് താഴെ കിടപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളത് പറക്കാനായിട്ട് പോവുമായിരുന്നു കേട്ടോ. മുകളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ താഴെ വന്നു അത് മാങ്ങ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കവറിൻ്റെ ഒരു കാൽഭാഗം മാങ്ങ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. മാങ്ങ കിടക്കുന്ന അത് എടുക്കുന്നതിൻ്റെ ഒരു ധൃതിയിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എന്താ മാങ്ങ അത് ഇപ്പം തന്നെ ഒരു കാൽഭാഗത്തിന് മുകളിലായിട്ടാണ് കവറിൽ നിന്ന് മാങ്ങ എല്ലാം തൊഴിഞ്ഞ് കിടന്ന മാങ്ങയായിരുന്നു കേട്ടോ. ഞങ്ങൾ മുകളിൽ നിന്നപ്പോഴേ തൊഴിഞ്ഞ് വീഴുന്ന സൗണ്ട് നമുക്ക് കേൾക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ മാങ്ങ ഇങ്ങനെ തൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്ന് മാങ്ങ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഈ നിൽക്കുന്ന മാവിലും ഒരുപാട് മാങ്ങ നിൽക്കുകയാണ് കേട്ടോ. എല്ലാം നല്ല സൈസുള്ള മാങ്ങകളാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് എറിഞ്ഞ് തള്ളി ഇടാൻ പറ്റും. അങ്ങനെ അത്ര പൊക്കത്തിലേ നിൽപ്പുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ നിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കല്ലെടുത്ത് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് അങ്ങനെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ വീണ മാങ്ങകളുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് പറക്കിക്കൊണ്ട് നിന്ന സമയത്തും മാങ്ങ ഇങ്ങനെ വീണോണ്ടേയിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ പഴുത്ത് നിൽക്കണ മാങ്ങകൾ അങ്ങ് താഴെ നല്ല പഴുത്ത മാങ്ങകളങ്ങ് താഴെ വീണുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാം വരിപ്രകൃതി ഇനിയും ഒരുപാട് മാങ്ങ ഇനിയും നിൽപ്പുണ്ട്. പഴുത്തും നിൽപ്പുണ്ട്, അല്ലാതെ പച്ചയായിട്ടും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേയൊക്കെ എറിഞ്ഞ് തള്ളിയിട്ട് എടുത്ത് കുറേയൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ തൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. കുറേ നേരത്തെ തൊഴിഞ്ഞ് വീണ് കിടന്നതുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മാങ്ങകളില്ലാതെ അഴുകി വീണ് പോയി. കുറേയൊക്കെ ഈ ഒവ്വാലും പക്ഷികളൊക്കെ വന്ന് കഴിച്ച് അങ്ങനെ കുറേ മാങ്ങകൾ പോയി. ഇപ്പോൾ ഞങ്ങൾ കണ്ട ഈ മാങ്ങയൊക്കെ ഉണ്ടോ, നല്ല പഴുത്ത മാങ്ങകളാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങകളൊക്കെ നല്ല മഞ്ഞ കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം മാങ്ങയെല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ മാങ്ങ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ മാവിലൊക്കെ കുലകുലാ നിൽക്കണം കാണുമ്പോൾ. പക്ഷേ കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലുപുളിപ്പെന്ന് വെച്ചാൽ മാങ്ങ എൻ്റെ അടുത്തൂടെ പോയാൽ മതി, എനിക്ക് അപ്പം പല്ല് പൊളിക്കും. പക്ഷേ ഈ മാവിലിങ്ങനെ കുലകുലാ നിൽക്കണം കാണുമ്പോൾ ഭയങ്കര ഒരു എന്തോ അത് ഇത്രയും എൻ്റെ കയ്യിൽ കിട്ടണം എന്നുള്ളൊരു ഒരു ഇതാണ് കേട്ടോ. പക്ഷേ ഒരു ചെറിയ കഷ്ണം പോലും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല. അത്ര പല്ല് പൊളിപ്പാണ്. മറ്റുള്ളവർ എൻ്റെ മുമ്പേ നിന്ന് കഴിക്കണം കണ്ടാലും എൻ്റെ പല്ല് പൊളിക്കും. അത്ര പല്ല് പൊളിപ്പായതുകൊണ്ട് എനിക്ക് കഴിക്കാൻ അങ്ങനെ പറ്റില്ല. ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഈ പഴുത്ത എല്ലാ മാങ്ങകളും ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാം പ്രകൃതി അങ്ങും ഇങ്ങും ഒക്കെ പോയി നോക്കട്ടെ. ഈ നിറയെ പുല്ല്. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ തലയ്ക്ക് മീതെയായിരുന്നു പുല്ല് വളർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇച്ചിരി വൃത്തിയാക്കിയിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് പോയി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നു. അങ്ങനത്തെ ഞങ്ങൾ മാങ്ങ എല്ലാം എടുത്തിട്ട് വന്ന് കണ്ടോ, നല്ല മഞ്ഞ കളർ ചോല അടിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ മാങ്ങ. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ആൻറ്റി കുറച്ച് 2-3 എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങളുടെ ബാക്കി ഒരു മുറം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് പിടിക്കണം കേട്ടോ.